വെൽക്കം ടു മായാലോകം. അടുത്തതായി നമ്മൾ പോയത് ഗാർണി ടെമ്പിളിലാണ്. AD 1-ാം നൂറ്റാണ്ടിൽ അർമേനിയയിലെ രാജാവ് തിരിഡേറ്റ്സ് ഒന്നാമൻ റോമൻ ചക്രവർത്തിയായ നീറോയുടെ പിന്തുണയോടെ സൂര്യദേവനായ മീറിൻ്റെ ക്ഷേത്രമായി നിർമ്മിച്ചതാണ് ഗാർണി ടെമ്പിൾ. അദ്ദേഹത്തെ മിത്രാസ് ദേവനെന്നും പറയപ്പെടുന്നു. യെരാവനിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രമേയുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. അയോണിക് മാതൃകയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ക്രിസ്ത്യൻ കാലഘട്ടത്തിന് മുന്നേ അർമേനിയയിൽ അറിയപ്പെടുന്ന ഘടനയുടെ പ്രതീകമാണ്. ഗ്രീക്ക് റോമൻ ലോകത്തിൻ്റെ കിഴക്കേ അറ്റത്തുള്ള കെട്ടിടമെന്നും മുൻ സോവിയറ്റ് യൂണിയനിൽ വലിയ തോതിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരേ ഒരു ഹെലനിസ്റ്റിക് കെട്ടിടം എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. 1679 ഭൂകമ്പത്തിൽ ഇത് തകർന്നുവെങ്കിലും പല അവശിഷ്ടങ്ങളും ആ സ്ഥലത്ത് തന്നെ അവശേഷിച്ചു. 1969-75 കാലഘട്ടത്തിൽ അനസ്റ്റിലോസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയൻ ഇത് പുനർനിർമ്മിച്ചു. അർമേനിയയിലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നാണിത്. ഇരുപത്തിനാല് തൂണുകളും 9 പടികളോടും കൂടി റോമൻ ശൈലിയിൽ പ്ലാറ്റ്ഫോം ഉള്ള ഒരു പെരിപ്റ്റേറൽ കെട്ടിടമാണിത്. 2.5 മീറ്റർ ഉയരവുമുണ്ട്. ക്ഷേത്രത്തിലെ 24 തൂണുകൾ ദിവസത്തിലെ 24 മണിക്കൂറിനെയും 9 പടികൾ അർമേനിയയിലെ 9 സാമൂഹിക വർഗങ്ങളെയും ആണ് കാണിക്കുന്നത്. ക്ഷേത്രത്തിൽ ഒരു ഉമ്മറപ്പടിയും അൽത്താരയും ഉണ്ടായിരുന്നു. അൽത്താരയിൽ മിത്രാസ് ദേവൻ കാളയോട് പോരാടുന്ന ഒരു പ്രതിമ ഉണ്ടായിരുന്നു. എന്ത് പ്രതിഷ്ഠ ഉണ്ടായിരുന്നു? ഇതാണ് ശരിക്കുണ്ടായിരുന്ന ടെമ്പിള്, പൊളിച്ചു. ചുമരുകൾ പ്രാദേശികമായി ലഭ്യമായിരുന്ന ബാസാൾട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയത്. മേൽക്കൂരയിൽ പ്രത്യേക ദ്വാരമുണ്ട്. അടുത്തതായി ഞങ്ങൾ വന്നത് സിംഫണി ഓഫ് സ്റ്റോൺസിലാണ്. ഓൺ ഫുഡ് ഇംഗ്ലീഷ് അറിയാം. ഫുഡ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടമുണ്ട്. സിംഫണി ഓഫ് സ്റ്റോൺസ് അല്ലെങ്കിൽ ബാസാൾട്ട് ഓർഗൻ അർമേനിയയിലെ ഏറ്റവും പ്രശസ്തവും ആകർഷകവുമായ പ്രകൃതിദത്ത സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇവിടം നിയമപ്രകാരം സംരക്ഷിക്കപ്പെടുന്നു.
ആസാദ് നദിയുടെ വലത് കരയിലുള്ള ഗാർണി ഗോർജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാത്രി അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇരുട്ടാവുമായിരിക്കും. 50 മീറ്റർ ഉയരത്തിൽ ആയിരക്കണക്കിന് ബാസാൾട്ട് കോളംസ് ആയി ഒട്ടിച്ചേർന്നിരിക്കുന്ന രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഗുരുത്വാകർഷണത്തിന് നേരെ തൂങ്ങിക്കിടക്കുന്ന ഈ കല്ലുകൾ ഒരു അവയവത്തോട് സാമ്യമുള്ളത് കൊണ്ട് അതിനെ ബാസാൾട്ട് ഓർഗൻ എന്നും വിളിക്കാറുണ്ട്. ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗഗാമ പർവ്വതനിരയിൽ ശക്തമായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും ലാവ ഈ പ്രദേശത്തേക്ക് ഒഴുകുകയും ചെയ്തു. പക്ഷേ അത് തണുക്കാൻ കാലതാമസം ഉണ്ടായത് കാരണം ലാവാ പ്രവാഹങ്ങളുടെ താഴത്തെ ഭാഗങ്ങൾ പെൻറ്റാഹെഡ്രൽ ഹെക്സഗണൽ കോളംസ് ആയി മാറി. ആസാദ് നദി മലയിടുക്കിലൂടെ ഒഴുകുന്നത് കാരണം ഈ പ്രദേശം ഇരട്ടി മനോഹരമാകുന്നു. മലയിടുക്കിലേക്ക് 35 മിനിറ്റ് കാൽനടയാത്രയുണ്ട്. ഇവിടം സന്ദർശിക്കുമ്പോൾ ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണം. ചില പ്രദേശങ്ങളിൽ കൂടുതൽ നേരം നിൽക്കാൻ പാടില്ല എന്ന ബോർഡുകൾ വച്ചിട്ടുണ്ട്. കാരണം ആ ഭാഗങ്ങളിൽ പാറക്കൂട്ടങ്ങൾ വീഴാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. പർവ്വതത്തിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ജലധാര കുടിവെള്ളമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കല്ലുകളുടെ സ്മാരകത്തിൽ നിന്ന് ഖൊറസോവ് ഫോറസ്റ്റ് റിസർവിലേക്ക് പ്രവേശിക്കാനും അർമേനിയയിലെ പ്രത്യേക സംരക്ഷിത പ്രദേശങ്ങൾ കാണാനും നമുക്ക് സാധിക്കും. നദിയുടെ വശത്തുകൂടിയുള്ള നടപ്പാതയില്ലാത്ത റോഡ് ഗാർണി ടെമ്പിളിൽ നിന്ന് ആരംഭിച്ച് ആസാദ് റിസർവോയറിലേക്കുള്ള കാൽനട യാത്രയുടെ ഭാഗമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഗാർണി ടെമ്പിൾ ദൂരെയായി കാണാൻ സാധിക്കും. തിരികെ നടന്നപ്പോൾ അകലെയായി മലയിൽ കണ്ട ഒരു രൂപം ഒരു മനുഷ്യമുഖത്തോട് സാമ്യം ഉള്ളതായി തോന്നി. പ്രകൃതി സ്വയം ഒരു മനോഹര സംഗീതമായി മാറിയ ഇവിടം അർമേനിയ സന്ദർശിക്കുമ്പോൾ മറന്നു പോകാതെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. അവിടെ പോവാ അതായത് ഇത് അവിടെ നല്ല 50 രൂപയുടെ മറുപടി ഇട്ട് കിടക്കണല്ലോ. കിടക്കുന്നല്ലേ ഇവിടെ ഉണ്ടാവുമല്ലോ. പുതിയ അവിടെ കണ്ടുപിടിച്ചാൽ
കണ്ണി പിടിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാവും ചിലപ്പോ അല്ലേ? ഇവിടെ ഉണ്ടാവും. എവിടെ പോയതായിരുന്നു പ്രവീൺ അണ്ടർവെയർ എവിടെ പോന്നെ വെച്ച് പ്രവീൺ അണ്ടർവെയർ ഗ്രൂപ്പായി അതിനാണോ പോണേ? For half handmade, you can try them on. We do that for children so that they come out as well, but it will adjust here. ഹലോ പിന്നെ വിദ്യ വിദ്യ ആ സ്വെറ്റർ എവിടെയാ വെച്ചിട്ടുള്ളത്? സ്വെറ്റർ എവിടെയാ ഉള്ളത്? എല്ലാരും ഉണ്ടോ? മോള് തിരിഞ്ഞ് ആളും എടുത്തോടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പായിരുന്നു. വിദ്യാന്റി വിദ്യാന്റി ആ ക്യാപ്പ് ക്യാപ്പ് ക്യാപ്പ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിന്റെ മുന്നേയുള്ള ഭാഗങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടിട്ട് കമന്റ്സ് അയക്കാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ മായാലോകം ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ബൈ.